ഒരച്ഛൻ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കണ്ടിരുന്നു. അദ്ദേഹം ഇന്നും പ്രായമായ ഒരു മനുഷ്യനാണ്, നമ്മളെല്ലാം TV-യിലൂടെ കണ്ടതാണല്ലോ. അദ്ദേഹം ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യാണ്. അദ്ദേഹം ഗൾഫിൽ ഈ പറയുന്ന 40-50 ഡിഗ്രി ചൂടിക്കിടന്ന് ജോലി ചെയ്യാണ്. എന്തിനാണ്? തന്റെ ഈ മോനെ വളർത്താൻ വേണ്ടിയിട്ടാണ്, തന്റെ ഈ മോനെ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, തന്റെ ഈ മോന് വസ്ത്രം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പയ്യനെയാണ് വസ്ത്രം മുഴുവൻ ഉരിഞ്ഞ് തുണി മുഴുവൻ ഉരിഞ്ഞ് 100-150 പേരുടെ മുമ്പിൽ നിർത്തി 3 ദിവസം ബെൽറ്റ് കൊണ്ടും വടി കൊണ്ടും പട്ടികല്ലെടുത്ത് തല്ലി ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നത്. കാരണം ഈ പെൺകുട്ടിയെ കൊണ്ട് ആരാണ് പരാതി കൊടുപ്പിച്ചത്, എവിടെയാണ് പരാതി കൊടുപ്പിച്ചത്, എങ്ങനെ, ഇതിന്റെ ഗൂഢാലോചനയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോയി നിൽക്കാൻ പോകുന്നത് ഈ പയ്യനെ കൊന്ന ആൾക്കാർ ആരിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് പോയി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പരപ്രേരണ കൊണ്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ്, പരപ്രേരണ കൊണ്ട് മാത്രം കൊടുത്തിരിക്കുന്ന പരാതിയാണ്. ആ പരപ്രേരണയുടെ സോഴ്സ് ഇതെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. 11-9 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവരുടെ കൺസെന്റോട് കൂടിയാണ് ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നൊക്കെ എഴുതി വെക്കുന്ന തലത്തിലേക്ക് കേരളത്തിന്റെ പോലീസ് അതമ്പതിച്ചു പോയത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെയല്ലേ. വണ്ടിപ്പെരിയാറിൽ നമ്മൾ ഇതേ ഫ്ലോറിൽ ഇരുന്ന് ചർച്ച ചെയ്ത വിഷയമാണ് വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ആ DYFI പ്രവർത്തകനായിരുന്ന വ്യക്തിയെ എന്ത് ലാഘവത്തോടു കൂടിയാണ് കോടതി എന്നവർ ഊരിയെടുത്തുകൊണ്ട് പോയതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഒന്നും അറിഞ്ഞില്ല എന്ന് കൈ കഴുകുകയായിരുന്നു ഇത്ര നാളും. അവസാനം ഗവർണർ ഇടപെട്ട് വൈസ് ചാൻസലറെ മാറ്റിയതിനു ശേഷം താൽക്കാലിക VC വന്നതോടുകൂടി ഇപ്പോൾ ഡീനും അസിസ്റ്റന്റ് വാർഡനും വീട്ടിലിരിക്കേണ്ടി വന്നിരിക്കുകയാണ്. 2 പേർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് താൽക്കാലിക VC കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡീനെ രക്ഷിക്കുവാനുള്ള എന്തെല്ലാം കുൽസിത ശ്രമങ്ങൾ അവിടെ നടന്നു. പഴയ വൈസ് ചാൻസലർ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയാവുകയായിരുന്നില്ലേ? ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വൈസ് ചാൻസലറുടെ സാന്നിധ്യം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഗവർണർ പുറത്താക്കിയത്. അതെ മഞ്ജുഷ, ഞാനത് മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു പരസ്പര സഹകരണ സംഘമായിട്ടാണ് ഈ ഡീൻ മുതൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ആൾക്കാർ മുതൽ ഈ പറയുന്ന SFIക്കാർ വരെ ആയിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ വരെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ മനസ്സിലാകുന്നത്. അവർ വളരെ നോർമലായിട്ടാണ് ഈ സാധനത്തിനെ കണ്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അതിനകത്തൊരു ഇഷ്യൂ ായിട്ട് അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടിരുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണ്. പിന്നെ അവരതിനകത്ത് ഭയക്കേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ ഭയക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ നോർമൽ കാര്യങ്ങളിൽ നിന്ന് മാറി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയും ചിന്തിക്കുകയും ചെയ്യുകയുള്ളൂ. നോക്കുക, ആ പയ്യൻ മരിച്ചു, 18-ാം തീയതി ആ പയ്യൻ മരിച്ചു. ആ പയ്യൻ ആത്മഹത്യ ചെയ്യുകയോ ആ പയ്യനെ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചിട്ടുണ്ട്. 19-ാം തീയതി VC അവിടെ വന്നിരുന്നിട്ട് മറ്റു തരത്തിലുള്ള അഭിമുഖങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്റർവ്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അധ്യാപകരുടെയും മറ്റു ആൾക്കാരുടെയൊക്കെ എന്താണ് ശമ്പള വർധനവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. തലേ ദിവസം 18-ാം തീയതി ഒരാൾ അവിടെ മരിച്ചിരിക്കുകയാണ്. അസ്വാഭാവിക മരണമാണ്, ഒരു തൂങ്ങി മരണമാണ്. അതിന്റെ പുറത്ത് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു VC, ഒരു വൈസ് ചാൻസലർ അവിടെ വന്നിരുന്നിട്ട് വളരെ നോർമൽ ആയിട്ടുള്ള അവരുടെ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണ്. നോക്കൂ, ഈ മാധ്യമങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ, ഈ വിഷയത്തിനെ മുൻപോട്ട് കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ, ഈ സംസ്ഥാനത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ആ പ്രശ്നം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ കേസിന്? നമ്മുടെ മുമ്പിൽ പകൽ പോലെ വ്യക്തമാണ് നമുക്ക് എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ ഈ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ പോലും SFIയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ശ്രമങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കൂടി പ്രചാരത്തിലുണ്ട്. അവിടുത്തെ കുറെ വിദ്യാർത്ഥിനികൾ വന്ന് മാധ്യമങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പർവ്വതീകരിക്കുകയാണ് എന്ന് ഈ വിദ്യാർത്ഥിനികൾ പറയുകയാണ്. തൊട്ട് തലേന്ന് വരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരന് ക്രൂരമായി മർദ്ദനമേറ്റിട്ട് ഈ രീതിയിൽ SFIയെ ന്യായീകരിക്കുവാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ ഇവരെ ട്യൂഷൻ കൊടുത്ത് വിടുകയാണ് അങ്ങോട്ട്. കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ, ഞാൻ MSFകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി രംഗത്തെത്തിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളും അരങ്ങേറുന്നത്. ഈ വിദ്യാർത്ഥിനികൾ പറയുന്നുണ്ട് കേട്ടോ, പറയുന്നുണ്ട് സിദ്ധാർത്ഥന് മർദ്ദനം ഏറ്റിരുന്നുവെന്ന്. പക്ഷെ പറയുകയാണ് ഈ പറയണ പോലെയുള്ള മർദ്ദനമൊന്നും ഇല്ലായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ആ പയ്യൻ എന്തൊക്കെയാണ് സംഭവിച്ചിരുന്നത്, ആ പയ്യന്റെ എവിടെയൊക്കെയാണ് ക്ഷതമേറ്റിരുന്നത്, അയാൾക്ക് എന്തൊക്കെയാണ് അയാളുടെ വാരിയെല്ലുകൾക്കുണ്ടായിരുന്ന ക്ഷതം, അയാളുടെ നെഞ്ചിന്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന ക്ഷതം, അങ്ങനെ വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റിട്ടയർഡ് SP ആയിട്ടുള്ള ജോർജ് ജോസഫ് സാർ, നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരനുള്ളത്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ മർദ്ദനം ഏറ്റിരിക്കുന്നതിന്റെയൊക്കെ റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ ഈ പയ്യൻ എഴുന്നേറ്റ് നിന്ന് തൂങ്ങി മരിക്കാനുള്ള ആവതുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതാണ് മഞ്ജുഷ ഞാൻ പറയുന്നത്. അപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ നിങ്ങൾ പറയപ്പെടുന്നത് പോലുള്ള മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവരൊക്കെ പറയപ്പെടുന്ന പോലുള്ള ഒരു മർദ്ദനം ഉണ്ടാകണമെങ്കിൽ എന്തു തരത്തിലുള്ള പീഡനം ഉണ്ടായാലായിരിക്കും ഈ SFIക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മർദ്ദനമാണ് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ എടുത്ത് അടിക്കുമ്പോൾ അതിനെ ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇത്രയും കാലം കരുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ കണ്ണ് കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ നിസ്സാരത്തിൽ
തരത്തിൽ ഈ പറയുന്ന 3 ദിവസം ഒരാളെ കെട്ടിയിട്ട് അടിച്ചിട്ട് അത് അത്ര പറയപ്പെടുന്ന പോലുള്ള ഒന്നും അല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചെടിച്ചട്ടി ഹെൽമെറ്റും ഒക്കെ എടുത്ത് അടിക്കുന്ന ജീവൻ രക്ഷാപ്രവർത്തനം തന്നെയാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയൊക്കെ നിർത്തിയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് മഞ്ജുഷേ, ഈ കേരളീയ പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യായം അല്ലെങ്കിൽ നീതി നടപ്പിലാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയൊരു മൊമെന്റ് ഉണ്ട്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു പോയിന്റാണ്, അതായത് എന്താ ഈ പയ്യനെ അവിടെ തെളിവെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടപ്പോൾ അയാളുടെ ശരീരഭാഷയൊന്ന് നോക്കൂ എന്നാണ് പറയുന്നത്. എന്തൊരു അഹങ്കാരം പിടിച്ച രീതിയിലാണ് വരികയും കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തത് പോലീസിന്റെയും ഇത്രയധികം മാധ്യമങ്ങളുടെയും മുന്നിൽ എന്നുള്ളതാണ്. ഇതേ പോലീസുകാർ തന്നെയാണ് ഈ തുടക്ക സമയത്ത് ഇവരെ രക്ഷിക്കുവാനായിട്ട് മുന്നിലുണ്ടായത്. അപ്പോൾ ഇവർ തന്നെ രക്ഷിച്ചു കൊടുക്കും എന്നുള്ള പരിപൂർണമായ വിശ്വാസം അവർക്കുണ്ട്. ഇതേ ഫ്ലോറിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം. സി കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLA CPM-ന്റെ അദ്ദേഹം ഒരു നല്ലൊരു നേതാവാണ്, ഒരു വളരെ സാത്വികനായ ഒരു മനുഷ്യൻ, വളരെ സാധാരണക്കാരായ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം ആ കോടതിയിൽ പോയതിന് പറയുന്ന ന്യായീകരണങ്ങൾ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. രക്ഷിതാക്കളെ കാണാൻ അത്ര അദ്ദേഹം പോയത്. എന്തിനാണ് അദ്ദേഹം രക്ഷിതാക്കളെ ഈ കാര്യത്തിൽ എന്തിനാണ് CPM ഇടപെടുന്നത് ഈ വിഷയത്തിൽ? അല്ല, CPM ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. CPM ഈ പറയുന്ന മരിച്ചുപോയ പയ്യന്റെ ഒപ്പമാണ്, ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ CPM എവിടെയാണ് നിൽക്കുന്നത്, CPM-ന്റെ MLA എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ പോലീസ് എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ സംവിധാനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ ഇടത് പക്ഷെ അധ്യാപക യൂണിയൻ എവിടെയാണ് നിൽക്കുന്നത്, അതിൽപ്പെടുന്ന അവരുടെ ഡീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ഈ കേസിലെ ക്രിമിനലുകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ കുറ്റവാളികൾക്കൊപ്പം മാത്രമാണ്. അതിനുശേഷം ഇവർ TV ചാനലിൽ വന്നിരുന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ ആ വിദ്യാർത്ഥിക്കൊപ്പമാണ്. അവരാകെ ചെയ്യുന്ന കാര്യം എന്താണ്, ഒരു ഫ്ലക്സ് അടിച്ച് അവിടെ വയ്ക്കും, ഈ പയ്യന്റെ വീട്ടിന്റെ മുമ്പിൽ SFI-കാരനെ കൊന്നു എന്ന് പറയാം. പക്ഷേ ആ പറയുന്ന SFI-കാരനോട് അവർക്ക് യാതൊരു തരത്തിലുള്ള അനുകമ്പയും ഇല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു വലിയ പ്രഹേളികയായിട്ട് കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്ത് തരം സംഘടനയാണ് എന്ന് ആവശ്യം നിങ്ങൾ ശക്തമാക്കുകയാണല്ലോ. കേരള പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റി, തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ ഉൾപ്പെടെ മാറ്റിയതിനു ശേഷം, എവിഡൻസ് എല്ലാം കൃത്യമായി മാറ്റിയതിനു ശേഷം അവിടെ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കേരള പോലീസിന് ഒരു ഉത്തരവാദിത്തമില്ലേ? അപ്പൊ ഗൂഢാലോചനയ്ക്കകത്ത് കേരള പോലീസും കൂടി ഇൻവോൾവ് ആയിരിക്കുന്നു എന്നുള്ളതിനല്ലേ അതിനർത്ഥം. അപ്പൊ പിന്നെ ഈ കേരള പോലീസ് തന്നെ ഇത് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ശരിയാവുക? ഒരു വിഷയത്തിൽ കക്ഷിയായിട്ടിരിക്കുന്ന ഒരാൾ, പ്രതിസ്ഥാനത്ത് നമ്മൾ സംശയിക്കേണ്ടുന്ന ഒരാൾ, ആ പ്രദേശത്തുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. അവർ തന്നെ ഈ കേസ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ശരിയാവുക? ഗവർണർ അന്ന് ഈ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇത്രയും കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുമായിരുന്നില്ല. കാരണം ആ വൈസ് ചാൻസലറാണ് അവിടെ ഇരുന്നതെങ്കിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും സുഖമായിട്ട് അവിടെ ഇരുന്നേനെ. അന്ന് വൈസ് ചാൻസലർ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ ഉത്തരവിൽ ഒപ്പുവെക്കാൻ ഇരിക്കുകയായിരുന്നു, ഈ ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെക്കാൻ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് എനിക്ക് ഗവർണറുടെ സർക്കുലർ കിട്ടിയത്, താങ്കളെ പുറത്താക്കിയിരിക്കുന്നുവെന്ന് പൊതുസമൂഹത്തോട് ഈ VC പറഞ്ഞാണ്. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ എന്തായാലും തരമില്ല. ഇപ്പോൾ പുതിയ VC വന്നതുകൊണ്ട്, താൽക്കാലിക VC വന്നതുകൊണ്ട് ഇത്രയുമെങ്കിലും സംഭവിച്ചോടെ അല്ലേ? അതെ, VC ജോൾസിനെ കാണാൻ പോയിരിക്കുകയായിരുന്നു, നല്ല സമയം കുറിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ഈ ഡീനിനെ മറ്റുള്ളവരെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ പിന്നെ 18-ാം തീയതി മരിച്ചു, 19-ാം തീയതി മുതൽ 29-ാം തീയതിയോ ഈ അടുത്ത ദിവസം വരെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസം വരെ ഉണ്ടാകുന്ന സമയം ഉണ്ടായിരുന്നു. ഈ 10-12 ദിവസം ഇയാൾ എന്ത് ചെയ്യുമായിരുന്നു? ഇതിന്റെ പുറത്ത് കയറി അടയിരിക്കുമായിരുന്നു അല്ലല്ലോ. അപ്പൊ ഇയാൾ ഞാൻ ഒപ്പിടാൻ വേണ്ടി ഇങ്ങനെ പേനെടുത്ത് വെച്ചപ്പോൾ അവിടെ നടന്ന ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. വലിയ വാർത്താ സമ്മേളനം സസ്പെൻഷനിലായി കഴിഞ്ഞ ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടും ഞാനിവിടെ പോയിരുന്നു എന്ന കാര്യം മിണ്ടിയില്ല. മനുഷ്യ ഇത് ഇവര് കേരളീയ പൊതുസമൂഹത്തിനെ നോക്കിയിട്ട് പല്ലിളിച്ച് കാണിക്കുകയും പരിഹസിക്കുകയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇടതുപക്ഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ എത്തുന്നവരെ ഉള്ള ആൾക്കാർ മുഴുവനും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏത് പോഷക സംഘടന എടുത്തുള്ള അതിനകത്തുള്ള ആൾക്കാർ മുഴുവനും നിലവിൽ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തും ഞങ്ങൾ ചെയ്യും ഈ സംസ്ഥാനത്ത്, നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്തോളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇത് മാത്രമാണ്. എനിക്ക് ഈ ഒരു കേസ് മാത്രമാണ് ഈ പറയാം. ഇതിന് മുമ്പ് വാളയാറിലെ 2 പെൺകുട്ടികളുടെ മരണത്തിന് അതിനകത്ത് പോലീസ് എഴുതി വെച്ചിരുന്ന റിപ്പോർട്ട് എന്താണ്? 11-9 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവരുടെ കൺസെന്റോട് കൂടിയാണ് ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നൊക്കെ എഴുതി വെക്കുന്ന തലത്തിലേക്ക് കേരളത്തിന്റെ പോലീസ് അതമ്പതിച്ചു പോയത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് തന്നെയല്ലേ. വണ്ടിപ്പെരിയാറിൽ നമ്മൾ ഇതേ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്ത വിഷയമാണ്. വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ആ DYFI പ്രവർത്തകനായിരുന്ന വ്യക്തിയെ എന്ത് ലാഘവത്തോടു കൂടിയാണ് കോടതി എന്ന് അവർ ഊരിയെടുത്തുകൊണ്ട് പോയതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ആ വിഷയം ചർച്ചയിൽ പോലുമില്ല. അന്നൊക്കെ നമ്മൾ ആ വിഷയം കുറച്ചും കൂടി ചർച്ച ചെയ്യണം. ആ വിഷയം ചർച്ചയിൽ പോലില്ല. അത് തന്നെയാണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത്. കേരള പോലീസ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള ഒരു സിസ്റ്റമാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആദ്യത്തെ 6-7 ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് മറയ്ക്കാനുള്ള തെളിവുകളും അവർക്ക് നശിപ്പിക്കാനുള്ള തെളിവുകളും മുഴുവൻ അവർ നശിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, ആ ബോഡി അവിടെ എത്തിക്കുന്ന സമയത്ത് മരിച്ചിരുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഇല്ലായിരുന്നു, തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചിരുന്ന കയറ്, ആ കയറ് അവിടെ ഹാജരാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ടേബിൾ ചെയ്യുന്ന ഡോക്ടറുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇതെല്ലാം വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ
ഒരുപാട് തെളിവുകൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിയിട്ട് കൃത്യമായിട്ട് എന്താണ് നശിപ്പിക്കേണ്ടത് നശിപ്പിക്കുകയും മാറ്റേണ്ടത് മാറ്റുകയും ചെയ്തതിന് ശേഷം ഈ തരത്തിൽ കേരള പോലീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ കേരള പോലീസിന്റെ കാലിബർ എന്താണ്, ടാലന്റ് എന്താണ് എന്നുള്ള കാര്യം. അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള പോലീസ് സർവീസുകളിൽ സേനകളിൽ ഒന്ന് തന്നെയാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത്. തെളിയിക്കാൻ പറ്റാത്ത കേസുകൾ വരെ തെളിയിച്ച ചരിത്രവും ട്രാക്ക് റെക്കോർഡും നമ്മുടെ പോലീസിനുണ്ട്. പക്ഷേ CPM-മായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ CPM ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അന്വേഷിക്കപ്പെടുകയോ, അത് പോട്ടെ, ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കരുത്. ഏതെങ്കിലും മന്ത്രിതലത്തിലിരിക്കുന്നവരോ MLA തലത്തിലിരിക്കുന്നവരോ ഒക്കെ ചെയ്യുന്ന ക്രൈമുകളിൽ പോലീസ് ഇങ്ങനെയൊക്കെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കി ഈ പറയുന്ന അധികാരത്തിന്റെ സ്വാധീനത്തിലിരിക്കുന്ന വ്യക്തികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് ഏതെങ്കിലും ഒരു ലോക്കൽ SFI-കാരൻ വരെ ഇവിടെ ആരെ കൊന്നു കഴിഞ്ഞാലും അതിനെ വരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് ഇത്രയധികം തരം താഴ്ന്നു പോകുന്ന തരത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഈ പോലീസുകാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആ വീട്ടിലൊന്ന് പോകണം. ഒരച്ഛൻ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് കണ്ടിരുന്നു. അദ്ദേഹം ഇന്നും പ്രായമായ ഒരു മനുഷ്യനാണ്, നമ്മളെല്ലാം TV-യിലൂടെ കണ്ടതാണല്ലോ. അദ്ദേഹം ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യാണ്. അദ്ദേഹം ഗൾഫിൽ ഈ പറയുന്ന 40-50 ഡിഗ്രി ചൂടിക്കിടന്ന് ജോലി ചെയ്യാണ്. എന്തിനാണ്? തന്റെ ഈ മോനെ വളർത്താൻ വേണ്ടിയിട്ടാണ്, തന്റെ ഈ മോനെ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, തന്റെ ഈ മോന് വസ്ത്രം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പയ്യനെയാണ് വസ്ത്രം മുഴുവൻ ഉരിഞ്ഞ് തുണി മുഴുവൻ ഉരിഞ്ഞ് 100-150 പേരുടെ മുമ്പിൽ നിർത്തി 3 ദിവസം ബെൽറ്റ് കൊണ്ടും വടി കൊണ്ടും പട്ടികളിലെടുത്ത് തല്ലി ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊന്നതെന്നേ പറയാൻ കഴിയുള്ളൂ. ആത്മഹത്യയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഈ പറയുന്ന ഒരു പ്രചരണ സംവിധാനത്തിന്റെ ഒരു ഗുണമുണ്ട്. ആദ്യമേ അവർക്ക് ഈ നുണ ലോകം ചുറ്റി വരുന്നത്, സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന് പറയുമല്ലോ. അതുപോലെ അവരുടെ നുണ ആദ്യമേ ലോകം ചുറ്റി വന്നു. അവർ പറഞ്ഞു റാഗിങ് ആയിരുന്നു ആദ്യം, പിന്നെ പറഞ്ഞു അത് ആത്മഹത്യയാണ്, റാഗിങ് മൂലമുള്ള ആത്മഹത്യയാണ്. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ റാഗിങ്ങിന്റെ കഥയൊക്കെ പോയി. ആദ്യത്തെ ഇടതുപക്ഷ പ്രൊഫൈലുകളുടെ മറ്റേ ഗുൽമോഹർ SFI-യും AISF-ഉം കൂടിയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് ഒക്കെ ഇല്ലാതാക്കി കളഞ്ഞത്. എന്നിട്ട് SFI-യിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ളതിലൊക്കെ ഇടപെട്ട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണീർ വാർക്കുന്നത് നമ്മൾ കണ്ടതാണ്. എത്ര ഭംഗിയായിട്ടാണ് മനുഷ്യത്വത്തിന്റെ മാനവികതയുടെയൊക്കെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഈ രക്തദാഹികളായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇടത് ആക്ടിവിസ്റ്റുകൾ ഇത്തരത്തിൽ നുണ പടച്ചു വിടുകയും ഒരു പയ്യനെ മൃഗീയമായി കൊന്നിട്ട് ആ ശരീരത്തിന് പോലും നീതി ലഭിക്കുക, അല്ലെങ്കിൽ ആ ആത്മാവിന് പോലും നീതി ലഭിക്കാതിരിക്കാൻ വേണ്ടി അതിനെ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന തരത്തിലുള്ള കഥകൾ എഴുതി വിടുന്നതെന്നും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു അനുശ്രീയുടെ വായിച്ചുവല്ലോ, ഇന്ന് അനുശ്രീ കാര്യം. അനുശ്രീ പറയുന്നത് ഈ മാപ്പ് പറഞ്ഞു എന്നുള്ള കാര്യം സമ്മതിക്കാൻ പോലും അവർ മടിക്കുകയാണ്. മാപ്പ് പറഞ്ഞു, പക്ഷേ അതൊരു കുറ്റസമ്മതമല്ല എന്ന്. എന്തുകൊണ്ട് സമ്മതിച്ചുകൂടാ? ഞങ്ങളുടെ പ്രവർത്തകർ ചെയ്ത കുറ്റമാണെന്ന് എന്തുകൊണ്ട് SFI-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ സമ്മതിച്ചുകൂടാ? അല്ല, സമ്മതിച്ചാൽ തീർന്നില്ലേ? സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവര് തീർന്നില്ലേ? അവരെന്നെ മഞ്ജുഷ, ഇവര് ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്ത്, നിയമസഭയ്ക്ക് അകത്ത് നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതാണല്ലോ ഇവരുടെ മുണ്ടുപൊക്കി ചാട്ടവും കമ്പ്യൂട്ടർ തല്ലി പൊളിക്കലും നിയമസഭ തല്ലി പൊളിക്കലും. ഈ നിമിഷം ചർച്ച വെച്ചാൽ അവർ സമ്മതിച്ചു തരും അവരാണ് ചെയ്തതെന്ന്? സമ്മതിച്ചിട്ടില്ല. അവരോടാണ് നമ്മൾ ആരും കാണാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അവർ സമ്മതിച്ചു തരാൻ പോകുന്നത്. അവർ സമ്മതിക്കില്ലെന്ന്. അത് മാത്രമല്ല, 10-18 തീയതി ഒരു പെൺകുട്ടി കൊടുത്ത പരാതിയാണത്. ഒരു പെൺകുട്ടി കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ പയ്യന്റെ പേരിൽ. അത് ഞായറാഴ്ച ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട്, ഞായറാഴ്ച ഈ കുട്ടി ആർക്ക് കൊണ്ട് പരാതി കൊടുത്തു എന്നാണ്. എന്നിട്ട് 19-ാം തീയതി ഈ പയ്യൻ, 18-ാം തീയതി മരിച്ചു കഴിഞ്ഞു ഈ പയ്യൻ, 19-ാം തീയതി അടിയന്തരമായിട്ട് ഇത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ് ഈ വിഷയം. എന്നിട്ട് അതിന്റെ അകത്ത് 4-5 വാഴകൾ അവിടുത്തെ ഡോക്ടർമാരും അധ്യാപകരും ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് വാഴ എന്നുള്ളത് എനിക്ക് വേറെ വിളിക്കാൻ 2026 വരെ ഡേറ്റ് വിട്ട് ഒപ്പുവിട്ട് വെച്ചിട്ടുണ്ട്. എന്ത് തരം ഇത് കൊള്ള സംഘമാണോ, ഗൂഢസംഘമാണോ, ഗുണ്ടാ സംഘമാണോ? DYSP എന്ന് പറഞ്ഞത് പോലീസിലേക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പരാതിക്ക് പിന്നിൽ എന്താ എന്നുള്ള കാര്യം പോലീസ് ഇതുവരെ അന്വേഷിച്ചില്ല. ആദ്യം അന്വേഷിച്ചു തുടങ്ങേണ്ടത് ഈ പെൺകുട്ടിയുടെ പരാതി എന്നാണ്. കാരണം ഈ പെൺകുട്ടിയെ കൊണ്ട് ആരാണ് പരാതി കൊടുപ്പിച്ചത്, എവിടെയാണ് പരാതി കൊടുപ്പിച്ചത്, എങ്ങനെ, ഇതിന്റെ ഗൂഢാലോചനയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പോയി നിൽക്കാൻ പോകുന്നത് ഈ പയ്യനെ കൊന്ന ആൾക്കാർ ആരിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് പോയി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് പരപ്രേരണ കൊണ്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പരാതിയാണ്. പരപ്രേരണ കൊണ്ട് മാത്രം കൊടുത്തിരിക്കുന്ന പരാതിയാണ്. ആ പരപ്രേരണയുടെ സോഴ്സ് ഇതെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ കാര്യവും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനാണ് ആ കാര്യം പുറത്തു പറഞ്ഞത്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇതിന് പിന്നിലുണ്ട്, അവരുടെ ഒരു ബന്ധുവാണ് എന്നല്ലേ പരാതി കൊടുത്തതാണ്. അതെ, അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരപ്രേരണ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പരപ്രേരണയുടെ വിഷയം ഈ പറയുന്ന പോലെ പോലീസുകാരിയായ ബന്ധു പല വിഷയങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇത് പുറത്തു വരുമോ? ഈ ഗൂഢാലോചനയ്ക്കകത്ത് കേരള പോലീസ് ഇൻവോൾവ് ആണെന്നേ. ഈ ഗൂഢാലോചനയ്ക്കകത്ത് കേരള പോലീസ് ഇൻവോൾവ് ആണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ബോഡി എത്തിക്കുമ്പോൾ ആ ബോഡിയെ കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്ത് മരണസമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റി തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയർ ഉൾപ്പെടെ മാറ്റിയതിനു ശേഷം എവിഡൻസ് എല്ലാം കൃത്യമായി മാറ്റിയതിനു ശേഷം അവിടെ കൊണ്ട് എത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കേരള പോലീസിന് ഒരു ഉത്തരവാദിത്തമില്ലേ? അപ്പൊ ഗൂഢാലോചനയ്ക്കകത്ത് കേരള പോലീസും കൂടി ഇൻവോൾവ് ആയിരിക്കുന്നു എന്നുള്ളതല്ലേ അതിനർത്ഥം? അപ്പൊ പിന്നെ ഈ കേരള പോലീസ് തന്നെ ഇത് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ശരിയാവുക? ഒരു വിഷയത്തിൽ കക്ഷിയായിട്ടിരിക്കുന്ന ഒരാൾ, പ്രതിസ്ഥാനത്ത് നമ്മൾ സംശയിക്കേണ്ടുന്ന ഒരാൾ, ആ പ്രദേശത്തുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. അവർ തന്നെ ഈ കേസ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ശരിയാവുക? ആകെ ദുരൂഹവും
കുഴഞ്ഞു മറിഞ്ഞതുമാണ് ഡോക്ടർ ബി ജയരാജ്. ഇതിപ്പോൾ ഈ പരാതി ഉണ്ടല്ലോ, ഈ പെൺകുട്ടി കൊടുത്തതായി പറയപ്പെടുന്ന പരാതി, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ കൂടുകയാണ്. അപ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുന്നത് SFIയുടെ പങ്കാളിത്തത്തിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്പ് പൊതുസമൂഹത്തോട് പോലും പറയണം അനുശ്രീ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ്. അല്ലാതെ അവിടെ വീട്ടിൽ പോയി, വീട്ടുകാർ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിരുന്നു, വീട്ടിൽ പോയി അവരുടെ മുന്നിൽ കുമ്പിട്ടിരുന്ന് ഇങ്ങനൊരു മാപ്പ് പറഞ്ഞു എന്നിട്ട് വെളിയിൽ വന്നിട്ട് ലേഖനം എഴുതുകയാണ്. മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് അത് കുറ്റസമ്മതമൊന്നും അല്ല കേട്ടോ എന്ന്. എന്താണ് ഈ പറയുന്നത്? SFI എന്താണ് ഉദ്ദേശിക്കുന്നത്? SFI വീമ്പ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളാണ് ഇവിടെ കലാലയങ്ങളിൽ റാഗിംഗ് ഇല്ലാതാക്കിയത് എന്ന്. ഇതിനകത്ത് നമ്മൾ പ്രാധാന്യത്തോടെ നോക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് നമ്മൾ ശ്രീനാരായണ ഗുരു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സമ്മേളനങ്ങൾ കൂടുന്നത് വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണെന്ന്. ശരി, SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെന്നിരിക്കട്ടെ, SFI മാത്രമാണോ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത്? അത് തുടർച്ചയായിട്ട് ഇത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് എങ്ങനെ അവസാനിപ്പിക്കാം? ഇത് അവസാനിപ്പിക്കണമെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് ഒരു വാർഡൻ, കൃത്യമായിട്ടൊരു വാർഡൻ അവിടെ ഉണ്ടാവണം. അവിടെ CCTV ക്യാമറകൾ വെച്ചാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു. CCTV ക്യാമറ വെക്കാൻ സമ്മതിക്കില്ല. 2 തവണ CCTV ക്യാമറകൾ വെക്കാനായിട്ട് ഫണ്ട് അനുവദിച്ചതാണ്, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു SFIക്കാർ. ഇത് താങ്കൾ അറിയുന്നില്ലേ? SFIക്കാർ അവിടെ സമ്മതിക്കുമോ അവിടെ CCTV ക്യാമറ സ്ഥാപിക്കാൻ? നിയമിക്കണം. അല്ലെങ്കിൽ കോളേജിലെ വിഷയങ്ങൾക്ക് എല്ലാ കോളേജുകളിലും ഉള്ളതുപോലെ കുട്ടികൾക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് പോയി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇന്റേണൽ കമ്മിറ്റി, കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ട്, ആന്റി റാങ്കിംഗ് സെല്ലുണ്ട്, മറ്റ് UGC നിഷ്കർഷിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ, പല തലവന്മാരും ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് ചീത്തയാവണ്ടെന്ന് കരുതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ഹഷപ്പ് ചെയ്യുകയാണ് പതിവ്. അതിനു പകരം 10ാം ക്ലാസ് എക്സാം നടക്കുന്ന ദിവസം അത് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആരെങ്കിലും അക്യൂസ് ചെയ്തുകൊണ്ടല്ല ഈ വിഷയത്തിന് പരിഹാരം കാണേണ്ടത് എന്നതാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. ജയരാജ് പറഞ്ഞതിന് മറുപടി അല്ല, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ഞാൻ സംശയിക്കുന്നൊന്നുമില്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ജെനുവിനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണത്തിനെയല്ല, കാരണത്തിനെയാണ് ചികിത്സിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എന്താണ് രോഗത്തിന്റെ കാരണം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം താങ്കളോട് പറയാം. കാരണം ക്യാമ്പസുകളെ തങ്ങളുടെ മാത്രം കുത്തകകളാക്കി വെക്കുന്ന തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ രംഗം, രാഷ്ട്രീയ പ്രവർത്തനം മാറിയിട്ട് പതിറ്റാണ്ടുകളായി. ഞങ്ങളെല്ലാവരും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന ആൾക്കാർ തന്നെയാണ്. ഞങ്ങളെല്ലാവരും തന്നെ ക്യാമ്പസുകളിലേക്ക്, ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിലേക്ക് എത്തിച്ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ കാത്തിരുന്നത് ഭീഷണികളാണ്. നിങ്ങളിവിടെ ഇലക്ഷന് മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവഴി വരുന്ന സമയത്ത് ഞങ്ങൾ റോഡിൽ ഇറക്കിയിട്ട് തല്ലും, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ചെയ്ത ചരിത്രവും ഉണ്ടെന്നേ. ഇങ്ങനെ SFIയുടെ മാത്രം കുത്തകകളാക്കിയിട്ട് ഈ ക്യാമ്പസുകളെ വെക്കുന്നിടത്തുനിന്നാണ് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. പിന്നെ ആരാണ് അവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രതിപക്ഷത്തിനൊരു സ്വരം ഉണ്ടാവണ്ടേ? അത് എവിടെയായിരുന്നാലും ശരി തന്നെയാണ്. നിയമസഭയായിരുന്നാലും ശരി തന്നെയാണ്, പാർലമെന്റ് ആയിരുന്നാലും ശരി തന്നെയാണ്, ക്യാമ്പസുകളായിരുന്നാലും ശരി തന്നെയാണ്. ഈ ക്യാമ്പസുകൾക്കകത്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവിടെ എത്ര വാർഡൻ ഉണ്ടായാൽ എന്താണെന്നേ. പിന്നെ പരാതി പറയുന്ന കാര്യത്തെ കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞു, ആരോടാണ് പരാതി പറയേണ്ടത്? ഈ പറയുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപകരോടാണോ പോയി പരാതി പറയേണ്ടത്? അവരോട് പരാതി പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ശ്രീ ജയരാജ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം. 150 പേരോളം അവിടെ കണ്ടുകൊണ്ട് നിന്നു ഈ വിദ്യാർത്ഥിയെ 3 ദിവസം അവിടെ ഇട്ട് ഭേദ്യം ചെയ്യുന്നത്. ഒരാൾക്ക് പോലും മനസാക്ഷി ഉണ്ടായില്ല നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പോലീസിനെയോ അല്ലെങ്കിൽ മറ്റധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസാക്ഷി ഇല്ലാതിരുന്നൊന്നുമല്ല, ഭയന്നിട്ടാണ് അറിയിക്കാതിരുന്നത്. ആരെ ഭയന്നു? SFI എന്തുകൊണ്ട് കുറ്റപ്പെടുത്തേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാരണം. ഭരണത്തിന്റെ ഉൾപ്പെടെയുള്ള തണലിലിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന പോലെ, ഇപ്പൊ വയനാട് ജില്ലാ സെക്രട്ടറിയുടെ കൊലവിളിയും വെല്ലുവിളിയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം അറിയിച്ചു എന്നിരിക്കട്ടെ, ഈ പോലീസ് ആദ്യം അറിയിക്കാൻ പോകുന്നത് ആരെയാണ്? ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി പറയും അനങ്ങണ്ടെന്ന് പറയും. പരാതി ആരാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞാൽ അന്വേഷിക്കും. ആ പരാതി പറഞ്ഞ വിദ്യാർത്ഥി, ഈ സിദ്ധാർത്ഥിന്റെ ഗതി ആ വിദ്യാർത്ഥിക്ക് കൂടി വരും. അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല, അതുകൊണ്ട് ആരും ശബ്ദമുയർത്തുന്നില്ല, അതുകൊണ്ട് ആരും സംസാരിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ക്യാമ്പസുകളിൽ ഇത് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. താങ്കൾ CCTV ക്യാമറയുടെ കാര്യം പറഞ്ഞു. ഞാൻ എന്റെ അറിവിൽ ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ആ എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് സിറ്റിയിലേക്ക് യാത്ര ചെയ്ത് പറഞ്ഞു, തിരുവനന്തപുരം നഗരത്തിലേക്ക്. നിങ്ങൾക്ക് പേട്ട ജംഗ്ഷനിൽ വന്നാൽ, ചാക്ക ജംഗ്ഷനിൽ വന്നാൽ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ വന്നാൽ എല്ലായിടത്തും CCTV ക്യാമറ ട്രാഫിക്കിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. നിങ്ങൾ AKG സെന്ററിന്റെ മുമ്പിൽ എത്തുമ്പോൾ മാത്രം ആ ഒറ്റ ജംഗ്ഷനിൽ, സിഗ്നലുള്ള ജംഗ്ഷനാണ്, അവിടെ മാത്രം ക്യാമറ ഇല്ല. പകരം AKG സെന്ററിന്റെ അകത്ത് അവരുടേതായ ഒരു CCTV ക്യാമറ ഇടയ്ക്ക് വെച്ച് മറ്റേ ഒരു ബോംബെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വിഷയം ഉണ്ടായതിനു ശേഷം അവരുടേതായ എന്തോ ഒരു സംവിധാനം അവിടെ ഉണ്ട്. അല്ലാണ്ട് ട്രാഫിക്കിൻ്റെതായ ക്യാമറ ഇല്ല. അതുകൊണ്ടാണ് അന്ന് വിഷ്വൽസ് അല്ലാതെ കിട്ടാൻ പഠിക്കുന്നത്. അപ്പോൾ തങ്ങളുടേതായ സംവിധാനങ്ങളിൽ മുഴുവനും ഒരു സുതാര്യതയും ഉണ്ടാവരുത്, തങ്ങളുടെ മേഖലകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പുറത്തൊരു അറിവ് ഉണ്ടാകരുത് എന്നുള്ള തലത്തിലാണ് ഈ പറയുന്ന സംസ്ഥാന തലം മുതൽ ക്യാമ്പസുകൾ വരെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ CCTV ക്യാമറ ഉണ്ട്. ഈ പൂക്കോട് ക്യാമ്പസിൽ CCTV വെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു, ഫണ്ട് അനുവദിച്ചിരുന്നു. പക്ഷേ അവിടെ SFI സമ്മതിച്ചില്ല വെക്കാൻ. സമ്മതിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത് മുഴുവൻ ഇവരുടെ ഇടിമുറികളാക്കിയിട്ട്, ഇവരുടെ ഒരു ഗുണ്ടാ കേന്ദ്രങ്ങളാക്കിയിട്ട്. മഞ്ജുഷ, ഇത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്ന അറിയില്ല. തിരുവനന്തപുരം നഗരത്തിൽ പറയുന്ന പോലെ പ്രവർത്തിച്ചു വന്ന MEP എന്ന് വന്ന് നമ്മളെപ്പോലുള്ളവർക്ക് അറിയാം. ഇത് പണ്ട് തൊട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതാണ്. ഇവിടെ സ്റ്റുഡന്റ് സെന്റർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ അകത്ത് പിടിച്ചിട്ട
3 ദിവസം അവരകത്തിട്ട് ഇടിക്കും, അതിനുശേഷം പുറത്തു വിടുള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് SFIയിലെ മുതിർന്ന അന്നത്തെ ചേട്ടന്മാർ വരുന്നതാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുന്നത്. ഈ ഒരു തലത്തിൽ മാത്രമാണ് ക്യാമ്പസുകൾ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AKG സെന്റർ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം അതൊരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നതാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ ജയരാജൻ സാർ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് ഈ വിഷയത്തിന്റെ യഥാർത്ഥ കാരണത്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാരണം ഈ മനസ്ഥിതിയാണ്, മറ്റൊന്നുമല്ല.